ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണം വീണ്ടും ശക്തമാവുകയാണ്. അത് ഏറ്റവും ഒടുവിൽ വീണ വിജയന്റെ മകൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അന്വേഷണ പ്രഖ്യാപനത്തോടു കൂടിയാണ്. ഇൻകം ടാക്സ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഗുരുതര കണ്ടെത്തലുകളിൽ വ്യക്തത തേടലോ കേന്ദ്ര അന്വേഷണ ലക്ഷ്യം, അതോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എം പ്രകാശൻ, ശ്രീ കെ പി നൌഷാദ് അലി, ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ശ്രീ ഷോൺ ജോർജ്, ശ്രീ എം ജയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ പരാതിക്കാരനായ ഷോണിലേക്ക് ഒന്ന് പോവുകയാണ്. ഷോൺ, ഇവിടെ മാത്യു കുഴൽനാടൻ ഇതിൻ്റെ പിന്നാലെയുണ്ട്, ഒരു പോരാട്ട വഴിയിലാണ്. അന്വേഷണമടക്കം കാര്യങ്ങളുമായി മാത്യു കുഴൽനാടൻ മുന്നോട്ടുണ്ട്. കോടതിയിലടക്കം മാത്യു കുഴൽനാടൻ പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ ഇറങ്ങാനിടയായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണം വേണമെന്ന് താങ്കളുടെ പരാതി, ഷോൺ? ഇതിൻ്റെ പല ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന നിരവധി മേഖലകളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അന്വേഷിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള രേഖകൾ, അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തൊരു വിഷയത്തിൽ അവർക്കത് പുറത്തുവിടാൻ അവകാശമില്ല. അത് വിജിലൻസ് എന്നല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേരിട്ട് ചോദിച്ചാൽ പോലും ആ ഡോക്യുമെന്റ് പുറത്തു വരാൻ കഴിയില്ല. ആ ഡോക്യുമെന്റ് ആവശ്യപ്പെടാനും ആ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനും കഴിയുന്നത് കേന്ദ്ര ഏജൻസി മാത്രം, അത് SFIക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇപ്പം പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പാണ് വിജിലൻസ്, അല്ലേ? അപ്പം പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന വകുപ്പിൽ അന്വേഷണം നടത്തുന്നത് ഷോൺ ജോർജിനെ കുറിച്ച് PC ജോർജിനോട് അന്വേഷിക്കാൻ പറയുന്നതിന് തുല്യമാണ്. അതാണ് അതിന്റെ ഒരു വസ്തുത. അദ്ദേഹം ഇത് വളരെ നല്ല രീതിയിൽ, ഞാൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു CMRന്റെ 135 കോടി രൂപ അല്ല, ഇത് കേരളത്തിന്റെ തീരദേശ മേഖലയെ കൊള്ള ചെയ്തിട്ടുള്ള കരിമണൽ ഖനനത്തിന്റെ ഒരു അറ്റം മാത്രമാണിത്. ഇത് ഏറ്റവും ചുരുങ്ങിയത് എന്റെ കണക്കനുസരിച്ച് 40,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പരാതിക്കാരന്റെ ഒരു വാർത്താ സമ്മേളനത്തിനപ്പുറം താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, മകൾക്കെതിരെ ഒക്കെയുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. താങ്കൾ ഉറപ്പിച്ച് പറയുകയാണ് PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ അക്കാര്യത്തിലടക്കം അവ്യക്തതയുണ്ടെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നതാണ്. എന്തുകൊണ്ടാണ് PV എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന് ഷോണിന് അത്ര ഉറപ്പ്, ഷോൺ ജോർജ്? PV പിണറായി വിജയനാണ് എന്നുള്ളതിൻ്റെ ഇത് നമ്മുടെ എക്സാലോജി കമ്പനിയുടെ അവരുടെ ഇൻകോർപ്പറേഷൻ ഫോമിലുള്ള ഗ്യാരണ്ടിയറുടെ പേരാണ്. കൺസെന്റ് കമല തൈക്കണ്ടിയിൽ. ഈ കമല തൈക്കണ്ടിയിൽ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭാര്യ തന്നെയല്ലേ? ഇത് എക്സാലോജി കമ്പനിയുടെ ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റിൽ ഈ കമ്പനിയുടെ ഗ്യാരണ്ടിയർ മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്. പിന്നെ ഇത് PV പിണറായിയാണ്. അതൊരു ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയേണ്ട, അല്ല, ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ്, അതിനകത്ത് PCITയുടെ വിവിധ കണ്ടെത്തലുകളുണ്ട്. അതല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് 51-ാം പേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ PV എന്ന് പറഞ്ഞത് അല്ലേ? ഇത് വായിക്കണം. ഇത് പ്രകാരം applicant has made payment through banking channel to person connected with a prominent person. വീണ വിജയനുമായി കണക്റ്റഡ് ആയിട്ടുള്ള വേറെ പ്രൊമിനന്റ് പേഴ്സൺ, അല്ലെങ്കിൽ റിയാസ. പക്ഷെ ഇത് നടക്കുന്ന സമയത്ത് റിയാസ് വീണ വിജയന്റെ ആരുമല്ല. അപ്പോൾ വെറുതെ ആ പാവപ്പെട്ടവനെ ഇതിനകത്ത് വലിച്ചിരിക്കാൻ പാടില്ല. പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി വീണയുമായി ബന്ധമുള്ള പ്രൊമിനന്റ് പേഴ്സൺ, അല്ലെങ്കിൽ അദ്ദേഹം വീണയുമായി ബന്ധമില്ലെന്ന് പറയണം. ഇത് പ്രകാരം ആ PV പിണറായി വിജയൻ. ശരി, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന PV എന്ന അബ്രിവിയേഷൻ പിണറായി വിജയൻ എന്ന താങ്കൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ അങ്ങനെ എത്താം ഷോൺ. ശ്രീ എം പ്രകാശൻ, ഇതും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗമാണ് എന്ന് അംഗീകരിക്കാം. കാരണം അതിന് മുന്നനുഭവമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 9 ഏജൻസികൾ വന്നതും കാടിളക്കിയതും ഭ്രമാത്മകമായ 100 കഥകൾ കേരളത്തിൽ പ്ലാൻ ചെയ്തതും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ 7 അലക്കത്ത് പോലും എത്താത്ത അന്വേഷണങ്ങൾ അന്തരിച്ചതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് പ്രകാശ് മാഷേ. കേരളത്തോട് പോകട്ടെ, പ്രതിപക്ഷത്തോട് പോകട്ടെ, CPM പ്രവർത്തകർക്കെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു മറുപടി അതിന് പറയണ്ടേ? കാലം ഇത്ര 7 മാസത്തോളമായി.
കേരളത്തിലെ ഒരു ഇടതു മന്ത്രിസഭയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ കരിമണൽ കർത്ത എന്ന പേരിലുള്ള പരിസ്ഥിതിയെ കൊന്നു കൊലവിളിക്കുന്നയാൾ എന്ന ആരോപണം നേരിടുന്ന ഒരു മുതലാളിയിൽ നിന്നും എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് 1.25 കോടി വാങ്ങി? അതിനിപ്പോഴും മറുപടി ഉണ്ടോ? അതിന് മറുപടി പറഞ്ഞിട്ട് കേന്ദ്രവേട്ട എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം ശ്രീ എം പ്രകാശൻ. അതിന് മറുപടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക കേന്ദ്രവേട്ട എന്ന വാക്ക്? നിങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പല വട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ അന്വേഷണം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം മലയാളിക്കാകെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വരെ ആക്രമിക്കപ്പെടുന്ന ഒരു വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം കേരളത്തിലാർക്കും അറിയാത്തതില്ലല്ലോ. എന്തെന്ത് ആക്ഷേപങ്ങൾ ഈ 2003 മുതൽ പിന്നിട്ട് പോയി 20 വർഷക്കാലം ഈ കേരളത്തിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിലെ മുഖ്യപ്രതി കോൺഗ്രസും അതുപോലെ BJPയുമാണ്. ഇവിടെ ഇപ്പോൾ ആദായ നികുതിയിലെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ബോഡിയല്ല, കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ആദായ നികുതി വകുപ്പിൽ ഏതെങ്കിലും നിലക്ക് ആദായ നികുതി വെട്ടിച്ചു എന്ന് പറയുന്ന ആളുകൾ കൊടുക്കുന്ന പെറ്റീഷൻ അന്വേഷിക്കാനുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ആദായ നികുതിയുടെ ഈ സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഞാൻ ചോദിക്കട്ടെ, ആ കേസിനകത്ത് യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്ന ഒരു നില അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡല്ലേ ഇവിടെ കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്ഷേപിച്ചത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ രാഷ്ട്രീയ പാവയാണ്. അവർ EDA, അവർ CBI, അവർ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിനെ, അതുപോലെ ആദായ നികുതി വകുപ്പിനെ, കോർപ്പറേഷൻ ബോർഡിനെ എല്ലാറ്റിനെയും ഈ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾ അസ്ഥിരീകരിക്കാൻ, അവിടെയുള്ള മുഖ്യമന്ത്രിമാരെ അപകീർത്തിപ്പെടുത്താൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ആർക്കും അറിയാതിരിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുന്ന ആർക്കും ഇത്തരം ഒരു തീരുമാനത്തിന് അർത്ഥം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താ? എക്സാലോജി കമ്പനി എന്ന് പറയുന്നത് വീണയുടെ ഒരു കമ്പനിയാണ്, ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ കമ്പനി മറ്റൊരു സ്വകാര്യ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെൻ്റ് 2 കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് സേവനം കൊടുക്കാനാണ്. ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് 2017 ഇപ്പോഴൊന്നുമല്ല, 2017 ജനുവരിയിലും 2017 മാർച്ചിലുമാണ് സെറ്റിൽമെൻറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത എഗ്രിമെൻ്റാണ്. 1, മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് ഈ കമ്പനി നിശ്ചയിക്കുന്നു. 2, സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് വീണയുടെ സേവനം ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതിലെന്താ തെറ്റ്? ആ പറയുന്ന സേവനത്തിന് അവർ അതിന്റെ പ്രതിഫലം പറ്റുന്നു. പറയുന്ന സേവനത്തിനാണ് ശ്രീപ്രകാശ്. ഞാൻ CPMന്റെയും കേന്ദ്രവേട്ട എന്ന വാദത്തിനോടൊപ്പം 100% ചേർന്ന് നിൽക്കാം. പക്ഷേ 1.25 കോടി രൂപ കരിമണൽ കർത്ത പോലെ ടെയിൻറ്റഡ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ 135 കോടി രൂപ ഇവിടെ അവരുടെ കച്ചവടം തടസ്സമില്ലാതെ നടത്താൻ വാരിയെറിഞ്ഞു എന്ന് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിനോട് തുറന്ന് സമ്മതിക്കുന്ന കരിമണൽ കർത്തയുടെ പക്കൽ നിന്നും എന്ത് സേവനത്തിനാണ് 1.25 കോടി രൂപ വാങ്ങിയതെന്ന് വീണ വിജയൻ പറയേണ്ട? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ഘട്ടത്തിൽ വീണയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയില്ലേ? ആരെങ്കിലും ഒന്ന് പറയണ്ട ഈ 7 മാസത്തിനിടയിൽ? എന്താണ് മറുപടി ശ്രീ പ്രകാശൻ മാസ്റ്റർ? വീണയെ പറ്റി സംസ്ഥാനം അല്ല, വീണ മുഖ്യമന്ത്രിയുടെ മകളായി എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് മറുപടി പറയേണ്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞല്ല മാഷെ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇത് ആദ്യമായി. ഞാൻ പറഞ്ഞത് MP ഒന്നും പോലും അല്ല, എം പ്രകാശൻ പോലും അല്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ ഉന്നതമായ ബോഡി ഈ പറഞ്ഞ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി തെരുവിൽ നിന്ന് വാദിച്ചു. എന്തിനാണ്? ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ചെയ്തതാണത്. അല്ല, ഞാൻ പറയാം, നിങ്ങൾ എന്നെ വായിക്കാൻ ചോദിക്കല്ല. ഞാൻ പറയാം സേവനം എന്താണ് എന്ന്. മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് 2017 ജനുവരിയിൽ വീണയുടെ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുന്നത് ഈ കമ്പനി. രണ്ടാമത്തത് സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കരാർ, 2017 മാർച്ചിലെ കരാർ. അതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ മാനേജ്മെൻ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെലിവറി ഉണ്ട്. ഈ സേവനം നിങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് ആരാ പറയേണ്ടത്? കമ്പനി CMRL പറയേണ്ടത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. CMRലാണ് പറയേണ്ടത്. CMRലെ എല്ലാ ഉദ്യോഗസ്ഥരും, IT മേഖലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഈ പറയുന്ന വീണ വിജയൻ ഇത്തരത്തിൽ എന്തെങ്കിലും സേവനം നൽകിയാൽ ഞങ്ങൾക്കറിയില്ല, എന്തെങ്കിലും സേവനം നടത്തിയത് ഞങ്ങൾക്കറിയില്ല എന്നാണ് അതിലെ ഓരോരോ IT മേഖല അടക്കം നോക്കുന്ന ഓരോരുത്തരും പറഞ്ഞത്. അല്ല, ഞാൻ പറയാന്ന്, നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയാം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുണ്ടല്ലോ,
അതിലെ 18ാമത്തെ പേജ് നിങ്ങൾ എടുക്കുക, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ പറയുന്ന ഒരു പിന്നെ ഖണ്ഡിക നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് സംബന്ധിച്ച്, കർത്ത കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് സംബന്ധിച്ച് ആ വിധിന്യായത്തിനകത്ത് പറയുന്ന പിന്നെ ഖണ്ഡികയാണ്. The department ought to have considered that the retraction affidavit were filed by the respective employees and the MD whenever it was clarified that no illegal payments were made by the applicant. The same was also clarified in the settlement application filed by the applicant. ഇത് ആ വിധിന്യായത്തിലെ 18ാമത്തെ പേജാണ്. ഈ കാര്യം സംബന്ധിച്ച് അവിടുത്തെ MD കൃത്യമായ നിലക്ക് ഒരു അന്യായമായ 18 നിങ്ങൾ പേജ് വായിച്ചോ, 18ാമത്തെ പേജ് നിങ്ങൾ. പ്രകാശൻ മാഷ് താങ്കൾക്ക് അറിയാത്തതല്ല എന്ന് ഒന്നാമത്തെ കാര്യം ഈ വീണ വിജയൻ എക്സാലോജി കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത് കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ അല്ല, അത് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ആണ്. ഈ പറയുന്ന CMRൽ ഉള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് താങ്കൾ ഇപ്പം ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ടിൽ അവിടുത്തെ IT തലവനടക്കം പറയുന്നുണ്ട്. MS ഓഫീസ്, ടാലി, പവർ പോയിന്റ്, അതിൽ ഒന്നേമൊക്കെ മെയിൻ്റനൻസ് എവിടെയാണ്? എന്റെ മാഷ ഈ പറഞ്ഞ ടാലിയും MS ഓഫീസും പവർ പോയിന്റും ഉണ്ടാക്കിയത് വീണ വിജയന്റെ കമ്പനി അല്ല. ആരും ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. യഥാർത്ഥ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനിക്ക് പോലും 1.25 കോടി രൂപ മെയിൻ്റനൻസിന് ആവശ്യമില്ല. ഉത്തരവില്ലേ നിങ്ങൾ എന്നെ പറയാൻ പറ്റുന്നത് 1.25 കോടി എങ്ങനെ കൊടുത്തതെന്ന് കൃത്യമായ കണക്കുണ്ടല്ലോ. വീണക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ കൺസൾട്ടൻസി ഫീ, എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ, വീണക്ക് 55 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, എക്സാലോജിക്കിന് 1.1 കോടി കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം TDS അറിഞ്ഞിട്ടേ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നെല്ലാം അന്യായമാണ് നിങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ ഉത്തരവിനെല്ലാം ശേഷം ഒടുവിൽ ഈ സെറ്റിൽമെന്റ് ബോർഡിന് MD കൊടുത്തിരിക്കുന്ന കാര്യം സംബന്ധിച്ച് സെറ്റിൽ ബോർഡിന്റെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. ആ ഉത്തരവിലെ 18ാമത്തെ പേജ് അത് പറയുന്നത് അന്യായമായ നിലക്കുള്ള ഒരു ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു കോടതി ഉത്തരവ് വാദം കോടതിയല്ലോ. ഒരു കോടതി ഉത്തരവ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അയോധ്യ ഉത്തരവ് വായിച്ചു നോക്കും എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങൾ ഒന്നാകെ ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ കോടതി ആവട്ടെ, ആ സംവിധാനമാകട്ടെ, അത് തീരുമാനമല്ലേ മുഖവിലേക്ക് എടുക്കണം. അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാൽ വിശദമായി പരിശോധിച്ച ശേഷം ഈ കമ്പനി പറയുന്നു ഇത് ഭരണതലത്തിലെ ഒരു പ്രമുഖന്റെ മകളായതുകൊണ്ട് മാത്രം കൊടുത്തതാണ് ഈ 1.25 കോടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാലോ, ഏതെങ്കിലും ഒരു കോടതി വിധി, ഇത് കോടതിയല്ല ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, കോടതി വിധിയിൽ ഒരാളെ പറ്റി പരാമർശിക്കുമ്പോൾ അയാളുടെ വാദം കേൾക്കാതെ പരാമർശിക്കാൻ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ? നിങ്ങൾ ഉത്തരം പറഞ്ഞേട്ടെ. നിങ്ങൾക്ക് ലോ അറിയെങ്കിൽ ഞാൻ ലോ LLB പാസ്സായ ആളാണ്. ഇത് ക്വാസി ജുഡീഷ്യലാണ്. കേൾക്കണമെന്ന വാദം എടുക്കാം. എന്നാൽ വീണ കേൾക്കാതെ പരാമർശിക്കാൻ അധികാരമുണ്ടോ? അധികാരമില്ല എന്നതിന് വാദത്തിന് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് CMRലുമായി ബന്ധപ്പെട്ട കാര്യമാണ്, വീണ വിജയൻ എക്സാലോജിക്ക് ബന്ധപ്പെട്ട കാര്യമല്ല. CMRലുമായി ബന്ധപ്പെട്ട ആ ക്രമക്കേടിൽ 1.25 കോടി രൂപ ചുമ്മാ വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞ അത് പറയരുത്. ഞാൻ പറയുന്നത് ശരി, വീണ വിജയനെ കേട്ടില്ല. വീണ വിജയനെ കേൾക്കാതെ ഒറ്റ മിനിറ്റ് മാത്രമേ, വീണ വിജയനെ കേൾക്കാതെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയനെ കേൾക്കാതെ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണ സംവിധാനം വീണ വിജയൻ മുഖ്യമന്ത്രി ചെറിയ ആരോപണമാണ്. നാട്ടിലെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് പരിസ്ഥിതി കോട്ടം ഉണ്ടാക്കുന്ന ഒരു മുതലാളി 1.25 കോടി രൂപ എഴുതി വെച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യവഹാര വഴിയിൽ പോയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കമ്പനി എക്സാലോജിക്കും? ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് 1.25 കോടി രൂപ. പ്രകാശ മാഷെ ഒന്നും അറിയാത്ത പോലെ പറയരുത്. ചർച്ചയിലെ മോഡറേറ്ററാണോ അല്ല നിങ്ങളാണോ അത് ഉന്നയിക്കുന്നത്? അല്ല പ്രകാശ മാഷെ, നിങ്ങൾ കമന്റേറ്ററാണോ അല്ല നിങ്ങളാണോ അധികം സംസാരിക്കുന്നത്? അല്ല അത് മറുപടി ഇല്ല, ക്ഷണിച്ചിട്ടുണ്ടല്ലോ, എന്നാ പ്രസംഗിച്ചോ? മറുപടി ഇല്ല, അങ്ങനെ പറഞ്ഞു പോരുത്. ഞാൻ പറയാം, മറുപടി ഇല്ലാതിരിക്കുന്ന വലിയ അന്യായമായിട്ട് കാര്യം തന്നെ. അല്ല, താങ്കൾ CMRലെ വാദം വായിച്ചില്ലേ? നിങ്ങൾക്കേ മറുപടി ഉള്ളതാണ്. ഇല്ല, താങ്കൾ CMRലെ വാദം വായിച്ചില്ലേ? താങ്കൾ പറഞ്ഞ മറുപടി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ CMRലെ വാദം വായിച്ചു, ഞാൻ തീരുമാനം വായിക്കാം. നിങ്ങൾ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കാം. നിങ്ങൾ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ? നിങ്ങൾ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ? താങ്കൾ പറയൂ. 2 മിനിറ്റ് ചോദ്യം ചോദിക്കരുത്. ഞാൻ പറയുന്നത് 2017 മാർച്ചിലും 2017 ജനുവരിയിലുമാണ് കരാറ്
കൺസൾട്ടൻസിക്കുള്ള ഒരു കരാറാണ്, മാർക്കറ്റിംഗ് കൺസൾട്ടൻസിക്ക്. മറ്റൊന്ന് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സേവനത്തിലുള്ള കരാറാണ്. ഈ കരാർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ററിം ബോർഡിന് മുമ്പിൽ അവിടുത്തെ MD രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ കൃത്യമായ TDS അവർ അടച്ചിട്ടുണ്ട്. തനിക്ക് എത്ര പൈസ കിട്ടി, സ്ഥാപനത്തിന് എത്ര പൈസ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. 1.17 കോടി എക്സാലോജിക്കിന്, വീണക്ക് 55 ലക്ഷം കിട്ടിയിട്ടുണ്ട്. എന്താണ് സേവനം എന്നുള്ളത് കരാറിനുണ്ട്. ആ കരാർ ഓരോ മാസവും കരാർ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിന് മേലെയാണ് ഓരോ മാസം അവർക്ക് ബാങ്കിലൂടെ പണം കിട്ടിയിരിക്കുന്നത്. അതിനെല്ലാം കൃത്യമായ നിലക്ക് TDS സ്ഥാപനമാണ്. താങ്കൾ ഈ പറയുന്നത് CMR ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ വാദിച്ച വാദമാണ്. സാർ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ CMR ഞാൻ മിണ്ടാതിരുന്നു. താങ്കൾ പറഞ്ഞ മൊത്തം കേട്ട് മിണ്ടാതിരുന്നു. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നതല്ല, നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ മിണ്ടാതിരുന്നു. പ്രകാശ് മാഷെ, ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ CMR പറയുന്ന വാദങ്ങളെ ആധികാരികമായി കാണുന്ന CM പ്രകാശൻ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അതിൽ CMR പറയുന്ന വാദങ്ങളെ ആധികാരികമായി കാണുന്ന M പ്രകാശൻ, അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അവരുടെ കണക്ക് ബുക്കും പറ്റുബുക്കും അടക്കം പരിശോധിച്ച് തീരുമാനത്തിലേക്ക് എത്തിയ തീരുമാനം അങ്ങ് കണ്ടില്ലെന്ന് അടിക്കുകയാണ്. തീരുമാനം പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, the department has demonstrated that clinching evidence the fact that applicant has made payments through banking channels to persons connected with a prominent person and thereby claim it as a deductible expense and by claiming to compensate a service which has not been rendered or received. അതിന്റെ കണ്ടെത്തലാണ് മാഷേ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ്. എന്ന് പറഞ്ഞാൽ ഒരു സേവനവും കിട്ടാതെ 1.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്. അപ്പോൾ മാഷ് പറയും അത് കേന്ദ്ര ഏജൻസിയാണ്, അത് BJPയുടെ ഏജൻസിയാണെന്ന് പറയും. അങ്ങനെയെങ്കിലും എന്റെ ചോദ്യം, ഇത്രയും നേരം സംസാരിച്ചതിന്റെ സമയം നോക്കൂ. അല്ല, നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ സമയം നോക്കൂ. എന്നോട് ചോദിച്ചിട്ട് എന്നെക്കാളേറെ സംസാരിച്ചത് നിങ്ങളാണ്. ശരിയാവുന്നേ എന്നെക്കാളാണ് നിങ്ങൾ സംസാരിക്കുന്നതിനെ ശരിയാവുന്നേ. സമയം നോക്കിക്കോ. CMRനല്ലേ പറയേണ്ടത്, കാരണം അവരല്ലേ കരാറ്. വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് 24 കരാർ CMRലാണ്. താങ്കൾക്ക് സേവനം കിട്ടിയെന്ന് പറയുന്നത് CMRലാണ്, നിങ്ങളാണോ? മതിയോ ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന്? കരാറെത്തിയിരിക്കുന്ന CMRുമായിട്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ബേജാറ്? പിന്നെ ബോർഡാകട്ടെ, ED ആവട്ടെ, CBI ആവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ, അതെല്ലാം BJPയുടെ സ്വന്തം രാഷ്ട്രീയ ഉപകരണങ്ങളാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പോഴെന്താ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ എന്താ ഇപ്പൊ കേസ്? അല്ലാതെ വേറെ ചോദ്യമാണ്, അത് ഉറപ്പായ ചോദ്യമാണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്താണെന്നറിയോ? അത്തരത്തിൽ രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായി നാടിന്റെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ, നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങി എന്ന് പറയുന്ന ഒരു അന്വേഷണ സംവിധാനം ഉത്തരവ് രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോടതിയിലേക്ക് ഇതേവരെ പോയോ? ഒരു പത്രം മാസപ്പടി എന്ന തലക്കെട്ടിൽ എഴുതി മുഖ്യമന്ത്രിയുടെ മകളോ മകളുടെ കമ്പനിയോ ഇത് ഞങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഏതെങ്കിലും കോടതിയിലേക്ക് ഇതുവരെ പോയോ? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കിയോ? CM പ്രകാശൻ ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കിയോ? കാര്യമുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്ക് വേണ്ടി ഇറങ്ങേണ്ടത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അല്ല, ആ കമ്പനിയാണ് അല്ലേ? സ്വകാര്യ വ്യക്തി ചർച്ച ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വകാര്യ വ്യക്തിയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് കൂട്ടാ. വീണയിൽ നിങ്ങളുടെ താല്പര്യം എന്താ? മുഖ്യമന്ത്രിയുടെ മകളാണെന്നല്ലേ? CPMന്റെ താല്പര്യം അത് തന്നെയാണ്. ഞങ്ങളുടെ നേതാവാ കേരളത്തിലെ CM. മകളുടെ കമ്പനിക്ക് ഒരു താല്പര്യമില്ല. അതിനായ നിങ്ങൾ വെറും വീണയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യോ? സാറി, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിൽ താല്പര്യമില്ല. അതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകളുടെ അച്ഛന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്തക്കാരത്തില്ലേ? മുഖ്യമന്ത്രിയുടെ മകളുടെ അച്ഛന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഉത്തരമില്ലാതാക്കി നിർത്തിയിരിക്കുന്ന ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല ഇതുവരെ. പ്രകാശ് മാഷേ, 1, 2, 3, 4 ഇന്ന സേവനങ്ങൾ ഞങ്ങൾക്ക് നൽകി, 1, 2, 3, 4 ഇന്ന സേവനങ്ങൾ ഞങ്ങൾ ഈ കമ്പനിക്ക് നൽകിയെന്ന ഒറ്റ വാർത്താക്കുറിപ്പിൽ തീരുന്ന ചർച്ചയാണ് ഇതൊക്കെ. 5, 10 എന്തിനു പറയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. എന്തിനാണ് ഇപ്പൊ വീണ നിങ്ങളോട് പറയേണ്ട കാര്യം? കമ്പനി ഒരുപാട് കൊല്ലം ബാംഗ്ലൂർ ആസ്ഥാനമൊക്കെ നടത്തുകയാണ്. അത് കൊള്ളാം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് ഇറക്കാം.
എന്തിനാണ് വീണ പറയുന്നത്? നിങ്ങൾക്ക് ആ കമ്പനിയുടെ താല്പര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണെന്നുള്ളതാണ്. അത് തന്നെ ഞങ്ങളുടെ താല്പര്യം. മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ആക്ഷേപം വരും. ഇനി ഒരു 3 മാസക്കാലം ഇതായിരിക്കും ചർച്ച. കേരളത്തിൽ വരുന്ന 3 മാസക്കാലമുള്ള ചർച്ച എക്സാലോജിക്കാണ്. അത് നിങ്ങളുടെ താല്പര്യമാണ് മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താൻ. പക്ഷേ കേരളത്തിലെ ജനങ്ങള് ഈ മുഖ്യമന്ത്രിയെ അവിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കല്ലേ? ഞങ്ങൾക്കറിയാം. സംസ്ഥാന CPM-നെ ചോദ്യങ്ങളുടെ മുൻമുനയിൽ ഈ കടലാസ് പ്രസ്ഥാനം നിർത്തുന്നത് ആദ്യമല്ല. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ പോലെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെട്ട ഒരു കൺസൾട്ടൻസിക്ക് CPM കേന്ദ്രത്തിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും മറികടന്ന് കൺസൾട്ടൻസികൾക്ക് പിന്നാലെ കൺസൾട്ടൻസി നൽകിക്കൊണ്ടിരുന്ന കാലമുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മെന്റർ PwCയിലെ ജേക്ക് ബാലകുമാർ അല്ലേ PT തോമസ് വിഷയം ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തി സ്വാഹ ആ കമ്പനി വെബ്സൈറ്റ് അങ്ങ് അപ്രത്യക്ഷമായി. പിന്നീട് അത് പൊങ്ങി തിരിച്ചു വന്നപ്പോൾ ജേക്ക് ബാലകുമാർ ഇല്ല, ക്ലയന്റ് ലിസ്റ്റും ഇല്ല. ഡൂബിയസ് കമ്പനിക്ക് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അങ്ങേപ്പോൾ നേതാക്കളും ഇങ്ങനെ വാദിക്കല്ലേ പ്രകാശ മാഷെ? ഞാൻ അങ്ങനെ ഉറപ്പായും എത്തും. അതൊരു ഡൂബിയസ് കമ്പനിയാണ്. അതിനുവേണ്ടി നാട്ടിലെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ വാദിക്കല്ലേ? ഈ കേരളത്തില് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കേരള മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ ഈ കൃത്യമായിട്ട് കേരളക്കാർക്ക് അറിയാം. നിങ്ങൾ കമല ഇന്റർനാഷണൽ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് സിംഗപ്പൂർ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹം സ്വർണം കടത്തുന്നു പിന്നെ ചെമ്പിൽ എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതൊന്നും ഏശിയിട്ടില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 കൊല്ലക്കാലം വേട്ടയാടുകയായിരുന്നില്ലേ നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. BJPക്ക് കണ്ടില്ല കേരളാൻ കരിമണൽ ചോർത്തി നാടിന്റെ പരിസ്ഥിതിയെ കൊന്നു കൊല വിളിക്കുന്നു. കരിമണൽ ഖനനത്തിന്റെ മറവിൽ നാടിലെ പരിസ്ഥിതിയെ കൊന്നു കൊല വിളിക്കുന്നു എന്നൊരു ആരോപണ വിധേയനായ ഒരു മുതലാളിയുടെ പക്കൽ നിന്നും നാട്ടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ എന്തിന് 1.25 കോടി രൂപ വാങ്ങി എന്നൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്ന സേവനങ്ങൾ ഞങ്ങൾ നൽകിയെന്ന് പറഞ്ഞ് തീരാവുന്ന ചർച്ചയാണ്. മറുപടി താങ്കൾക്കും ഇല്ല, മുഖ്യമന്ത്രിക്കും ഇല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇല്ല. മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിലാണല്ലോ ഇന്ത്യയിലെ പരിസ്ഥിതി കുഴിച്ചു മൂടാൻ ഒരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ നരേന്ദ്രമോദി. ഒരക്ഷരം ഉരിയാടിയോ ഈ പറഞ്ഞ 24? ഏതായിരുന്നു നിയമം? തീരുമാനിച്ചല്ലോ. ഏതായിരുന്നു നിയമം? പൊളിക്കാൻ തീരുമാനിച്ചല്ലോ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ പാർലമെന്റിലെ. രണ്ട് നിയമം വന്നല്ലോ. വനങ്ങളുടെ അടിയിലുള്ള പിന്നെ നമ്മുടെ ധാതു ലവണങ്ങൾ എടുക്കാം നിയമം വന്നല്ലോ. അതിൽ സംസ്ഥാന സർക്കാർ നിലപാടെന്തായിരുന്നു? പക്ഷേ അതിൽ സംസ്ഥാന സർക്കാർ നിലപാടെന്തായിരുന്നു എം പ്രകാശൻ? എന്തായിരുന്നു അതിൽ സംസ്ഥാന സർക്കാർ ആദ്യമെതിരെ രണ്ടാം നിലപാടെന്തായിരുന്നു? നമുക്കതിന് സമയമില്ല. ആദ്യമെതിരെ രണ്ടാം നിലപാടെന്തായിരുന്നു? രണ്ടാം നിലപാട് ഏത് രീതിയിലെതിരെ? രണ്ടാം നിലപാട് മൂന്നാം നിലപാടും മയപ്പെട്ടു. നമുക്കതിലേക്ക് പിന്നെ വരാം. രണ്ടാം നിലപാടും മൂന്നാം നിലപാടും അങ്ങ് പഞ്ചസാര പാലുമുട്ടായ പോലെ അങ്ങ് മയപ്പെട്ടായിരുന്നു. നമുക്ക് അതിലേക്ക് എത്താം, സമയമില്ലാത്തതുകൊണ്ടാണ്. ശരി, ഞാൻ അതിലേക്ക് എത്താം. നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ഞാൻ ഒരു കാര്യം പറയാം, 24 നിലപാട് കോൺഗ്രസും BJPയും മല പോലത്തെ തെറ്റ് ചെയ്താൽ അത് പ്രശ്നമേ അല്ല. എന്നാൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഒരു ചില കടുക് പോലത്തെ തെറ്റുണ്ടായാൽ അത് മലയാകും. നിങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോ നമ്മുടെ 12 കല്യാണം മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിണറായി വിജയന്റെ മകളുടെ എങ്ങനെ കല്യാണമാണെങ്കിൽ എന്തായിരിക്കും ചർച്ച, എന്തായിരിക്കും വാർത്ത? 12 കവിതാക്കളെ നിങ്ങൾ അവതരിപ്പിക്കും, അവരുടെ കരച്ചിൽ കണ്ണീർ നിങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ ഇവിടെ BJP നേതാവായതുകൊണ്ട് ഒരു ചർച്ചയില്ലല്ലോ. അതിനിടയ്ക്കൂടെ പ്രകാശ് മാഷ് ഒന്ന് കടുക് പോലത്തെ തെറ്റ് എന്തെങ്കിലും പറഞ്ഞല്ലോ. ശത്രുതാപരമായിട്ട് ഈ ഗവൺമെന്റ് ആക്രമിക്കാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ശത്രുതാപരമില്ല. നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകൾ ഈ പറയുന്ന മുതലാളിയിൽ നിന്ന് വാങ്ങി എന്ത് സേവനത്തിനാണെന്ന് വളരെ സിമ്പിളായി മറുപടി പറയാവുന്ന ചോദ്യമുള്ളൂ. മറുപടി ഉണ്ടെങ്കിൽ, മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. ശരി, ഓക്കെ. ശ്രീ കെ പി നൗഷാദ് അലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിംഗ് ഒക്കെ എനിക്ക് മനസ്സിലാവാത്തല്ല. ഉത്തരം ഒന്ന് വായിച്ചു നോക്ക്. ആ ഉത്തരം ഒന്ന് വായിച്ചു നോക്ക്. ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനം കൊടുത്തിട്ടില്ല, ഒരു സോഫ്റ്റ്വെയറും കൊടുത്തിട്ടില്ല, ഒരു ടാലിയും പവർ പോയിന്റും വേണ്ടത് വീണ എക്സാലോജിക്കിന്റെ കാര്യമില്ല. ടാലിക്കും പവർ പോയിന്റിനും ആരാ പറയേണ്ടത്? സർ, ടാലിക്കും പവർ പോയിന്റിനും MS ഓഫീസിനും 1.25 കോടിയുടെ മെയിൻ്റനൻസിന് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, MS ഓഫീസ് ഉണ്ടാക്കിയത് വീണ വിജയനല്ല, ടാലി ഉണ്ടാക്കിയത് വീണ വിജയനല്ല, പവർ പോയിന്റ് ഉണ്ടാക്കിയത് വീണ വിജയനല്ല, നോട്ട് പാഡ് ഉണ്ടാക്കിയത് വീണ വിജയനല്ല. ആണോ? ഞാൻ ചോദിക്കുന്നത് ചെയ്തോ ചെയ്തില്ലേ? നിങ്ങൾ അങ്ങനെ പറയലെന്ന്. അത് ചെയ്തില്ല, സേവനം കിട്ടിയോ ഇല്ലയോ? അത് ചെയ്തില്ല. അത് പറയേണ്ടത് ആ കമ്പനിയുടെ IT മേധാവിമാരാണ്. IT മേധാവിമാർ ഞങ്ങൾക്കറിയില്ലെന്ന് പറയുന്നു. ഞങ്ങൾക്കറിയില്ല ഈ സേവനമെന്ന് ആക്കുന്ന IT മേധാവിമാർ പറയുന്നു. അത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുന്നു. അത് ROC അന്വേഷിക്കുന്നു. ROCയും പറയുന്നു ഗുരുതര ക്രമക്കേടുണ്ടെന്ന് പറയുന്നു.
ഇല്ലെന്ന്. എന്തെന്ന് ഞാൻ വായിക്കട്ടെ ഒറ്റ നോ ഇല്ലീഗൽ പേയ്മെന്റ് വേർ മെയ്ഡ് ബൈ എന്റെ മാഷെ അതിന്റെ ഉത്തരവ് ഭാഗത്തേക്ക് വാ. നിങ്ങളാണോ എന്റെ മാഷ നിങ്ങൾ കരിമണൽ കർത്താക്ക് വേണ്ടി വാദിക്കല്ലേ? അത് ഉത്തരവ് ഭാഗത്തേക്ക് വാ. അവരുടെ അഭിപ്രായം ഉത്തരവെന്തിനാ? ഉത്തരവല്ലേ വേണ്ടേ? ഇന്ററിം ബോർഡുന്ന ഉത്തരവല്ല. ഇന്ററിം ബോർഡ് എന്ന് പറയുന്നത് ബിജെപിയുടെ രാഷ്ട്രീയ ചട്ടുകാണ്. അത് നിങ്ങൾക്കറിയാത്താണോ? മനസ്സിലായി. ഇന്ററിം ബോർഡ് പറഞ്ഞത് അത് മഹത്തായ കാര്യം. ഇഡി പറയുന്ന കാര്യം എന്താ? അത് മനസ്സിലായി. അവരിത് പറയാൻ വേണ്ടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കേസ് വന്നാല് നമ്മൾ മാത്രം ചർച്ച ചെയ്യണം. രാഷ്ട്രീയ ഇടപെടൽ വേറെ. ശരി, ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ഏത് ഒരു എന്താണ് ഒരു സെഷൻസ് കോടതിയുടെ ഉത്തരവാണെങ്കിൽ കൂടി നമ്മൾ ഉത്തരവ് ഭാഗത്തേക്കാണ് നോക്കുക. ആ ഉത്തരവ് ഡീറ്റെയിൽ ആയി കുറേ പേപ്പർ ഉണ്ടാകും. അതിൽ വാദി എന്ത് പറഞ്ഞു, വാദിഭാഗം വക്കീൽ എന്ത് പറഞ്ഞു, പ്രതിഭാഗം വക്കീൽ എന്ത് പറഞ്ഞു, അതിനുശേഷം ഒരു കണ്ടെത്തൽ എന്ന രൂപത്തിൽ ആ ഒരു ഉത്തരവിലേക്ക് എത്തുക. ഇവിടെ ഉത്തരവ് കാണുന്നില്ല എന്ന് തന്നെ വെക്കൂ. CMRL പറയുന്ന മുഖവിലേക്ക് എടുക്കുക എന്ന് തന്നെ വെക്കൂ. ശ്രീ കെ പി നൗഷാദ് അലി, തെരഞ്ഞെടുപ്പിന് വേണ്ടി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ററിം സെറ്റിൽമെന്റിലൂടെ ഉത്തരവ് പുറത്തു വന്നിട്ട് 7 മാസമായി. അതിനു മുൻപും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഏജൻസികളുടെ പക്കലൊക്കെ ഈ പറഞ്ഞ കണക്കുകളെല്ലാം ഉണ്ട്. എന്നിട്ടൊന്നും അന്വേഷണം പ്രഖ്യാപിക്കാതെ ഇലക്ഷൻ ആവാൻ ഇനി മാസങ്ങൾ മാത്രമുള്ളപ്പോൾ 4 മാസത്തെ കാലാവധിയിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 3 മാസം ഇലക്ഷൻ വരാൻ പോകുന്നു. ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ പോകുന്നു വീണ വിജയന്റെ കമ്പനി വലിയ ക്രമക്കേട് നടത്തി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു കളം കലക്കൽ. അതിനപ്പുറം എന്താണ് ശ്രീ കെ പി നൗഷാദ് അലി ഇത്? ഹാഷ്മി, ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, വിവിധങ്ങളായ ആരോപണങ്ങൾ വീണ വിജയനെതിരെ ഉയർന്നത്, ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ വളരെ ലളിതമായിട്ട് ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് ഭരിച്ചു മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ആ സംസ്ഥാനത്ത് ക്രമക്കേടിനും നിയമലംഘനത്തിനും ഏറെ പഴികേട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസം വ്യക്തിഗതമായി 5 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിലേക്കും വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാര്യം പിണറായി വിജയൻ്റെ കാര്യത്തിലല്ല, വല്ല കെ കരുണാകരൻ്റെയോ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നടന്നിട്ടുള്ളത് എങ്കിൽ CPM-കാർ കേരളം കത്തിച്ച് ചാമ്പലാക്കേണ്ട നേരം കഴിഞ്ഞു പോയില്ലേ? ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് വലിയ ക്രമക്കേടുള്ളൊരു കമ്പനിയിൽ നിന്ന് മാസം തോറും ഒരു വലിയ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ മറ്റു കാര്യങ്ങളും നിങ്ങൾ വിട്ടേക്കോ. അവർ വല്ല സേവനം കൊടുത്തോ ഇല്ലയോ? ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ നിഗമനം എന്താണ്? CMRLന്റെ CEO-യും HR മാനേജറും കൊടുത്ത മൊഴി എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്കുക. ഈ ഒറ്റ കാര്യം, ലളിതമായി ഈ കാര്യം ഇവിടുത്തെ സാധാരണ CPM-ന്റെ പ്രവർത്തകർക്കെങ്കിലും ദഹിക്കുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ നിഷ്പക്ഷ പൊതുബോധത്തെ വിടാം, പ്രതിപക്ഷ പാർട്ടികളെ വിടാം. ഇവിടെ ഇത്തരത്തിലൊരു കൃത്യം മറ്റൊരു പാർട്ടി നേതാവും മകളുമാണ് ചെയ്തതെങ്കിൽ CPM-മാർ വച്ചു പൊറപ്പിക്കുമോ? പിന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് മെഴുകുമ്പോൾ CPM-ന്റെ സാധാരണക്കാരെ പ്രവർത്തകർ അവരവരുടെ ബുദ്ധി യുക്തിയൊന്നും പിണറായി വിജയനും കുടുംബത്തിനൊന്നും പണയം വെച്ചിട്ടില്ല. അവർക്ക് ഇന്ദ്രനും ചന്ദ്രനും അതുപോലെ തന്നെ വന്നിറങ്ങിയാൽ ധന്യരാവുന്ന തരത്തിലുള്ള വിശിഷ്ട വ്യക്തിയൊന്നുമല്ല. അവർ വളരെ കൃത്യമായിട്ട് കാലങ്ങളായിട്ട് കമ്മ്യൂണിസവും ഈ പാർട്ടിയും നേതാക്കളെയൊക്കെ നിരീക്ഷിക്കുന്നവരാണ്. അവർക്കിത് ദഹിക്കുകയില്ല. അത് മാത്രം ഈ പ്രകാശം മാഷ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അനന്തിരവനെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിലൊരു താൽക്കാലിക ജോലി കിട്ടിയ വിവരം പുറത്തറിഞ്ഞപ്പോൾ ആഴ്ചകളോളം നിയമസഭക്കകത്തും പുറത്തും വമ്പിച്ച കോലാഹലം ഉണ്ടാക്കിയവരാണ് ഈ CPM-കാർ. അവസാനം കാര്യമറിയാത്ത അച്യുതമേനോൻ അനന്തരവനെ വിളിച്ചു വരുത്തി ശാസിച്ച് രാജിവെപ്പിച്ചതിൻ്റെ ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും CPM ആ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അത്തരത്തിലൊക്കെയാണ് CPM-ന്റെ കേരളത്തിലെ ചരിത്രം. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകള്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ഈ കമ്പനി ക്രമക്കേടിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാലഗണനയിൽ മാസം തോറും 5 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ അല്ലാത്ത രീതിയിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് ദഹിക്കാനാണ്? ഇങ്ങനെയാണെങ്കിൽ കണക്കിൽപ്പെടാത്ത എത്ര കോടിക്കണക്കിന് രൂപ ഇവരൊക്കെ വാങ്ങിക്കാണുമെന്ന് അത്ഭുതം അന്വേഷിക്കേണ്ടതാണ്. എന്റെ ചോദ്യം അതായിരുന്നില്ല. അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ അന്വേഷിക്കേണ്ട ഏജൻസി ഇതാണോ? ഇപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ അതേ കണ്ടെത്തൽ തന്നെ ROC കണ്ടെത്തിയിരിക്കുന്നു. ROC കണ്ടെത്തിയ അതേ കണ്ടെത്തൽ തന്നെ ഈ പറയുന്ന കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ പോകുന്നു. ഏതെങ്കിലും കോമ്പറ്റന്റ് അതോറിറ്റിയാണോ? ആ സമയമാകുമ്പോഴേക്കും ലോക്സഭാ ഇലക്ഷൻ ആവും. ലോക്സഭാ ഇലക്ഷനിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് അടക്കമുള്ള വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ഒരു മാരക വലിയ ചർച്ചയാകും. ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് പരമാവധി പോകുക എന്താണ് ശ്രീ ഷോൺ ജോർജ് പറയുന്ന SFI എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് പോകും. അവിടെയും കിടക്കും കുറേ നാൾ. ഇത് എവിടെ എത്താനാണെന്ന് ശ്രീ കെ പി നൗഷാദ് അലി?
ഇതൊക്കെ കണ്ണിൽ പൊടിയിടലാണ്. ഹഷ്മി, ഇതാണ് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കയും ഭയവും. കാരണം കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധികൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അവർ ഇത്തരത്തിലുള്ള വലിയ ബ്ലാക്ക് മെയിലിങ്ങുകളിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ ഇടം നേടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കടത്തും ലൈഫും കരുവന്നൂരും ഒക്കെ ഇത്തരത്തിൽ ആവിയായി പോയത് നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ പിറകിൽ കേരളത്തിലെ ജനാധിപത്യ അന്തരീക്ഷത്തിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിൽ BJP ചന്ദ്രഹാസം ഇളക്കുന്നതും കരുവന്നൂർ ബാങ്കുമായി സംബന്ധിച്ച തട്ടിപ്പൊക്കെ ആവിയായിട്ട് ഒരു നേതാവിലേക്കും എത്തിച്ചേർന്നില്ല. ഇവിടെ വലിയ നമ്മൾ എത്രയോ ദിവസം മൊയ്തീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, എവിടെയും ഒന്നും ഇതെത്തിയിട്ടില്ല. വളരെ കൃത്യമാണ് BJPയുടെ പദ്ധതികൾ. ഈ വിഷയവും അവർ ഇത്തരത്തിലുള്ള ഭീഷണിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ CPM എത്തരത്തിലാണ് BJPക്ക് വശംവദമാവുക, അവർക്ക് വഴങ്ങിക്കൊടുക്കുക, ഏതൊക്കെ സീറ്റിലാണ് BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും. അധിക ഭാരം കൂടി കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ചുമലിലേക്ക് വന്ന് വീഴുകയാണ്. അത്രയേ ഉള്ളൂ അഷ്മി അതിനെക്കുറിച്ചുള്ള കാര്യം. TP ജയേന്ദ്രൻ നേർക്കുന്നൊരു ചോദ്യമാണ് KP നൗഷാദിന്. അതായത് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കുളങ്കലയ്ക്ക് അന്വേഷണ ഏജൻസികൾ കുറെ സൂചനകൾ ലീക്കാക്കി സർക്കാരിനെ സംശയങ്ങളിൽ നിർത്തി 10 വോട്ട് കിട്ടുമെന്നതിനപ്പുറം ഈ അന്വേഷണത്തിൽ സത്യത്തിൽ TP ജയേന്ദ്രൻ എന്തെങ്കിലും ആത്മാർത്ഥ കേന്ദ്രത്തിനുണ്ടോ എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് സ്വർണ്ണക്കടത്തിലടക്കം കണ്ട നാടിനെ പരിഹസിച്ച പിത്തലാട്ടങ്ങൾ കണ്ടുകൊണ്ടുകൂടിയാണ് TP ജയേന്ദ്രൻ. കാശ്മീർക്ക് എവിടെ നിന്നാണ് ആ കേസൊക്കെ അന്വേഷണം അവസാനിപ്പിച്ച അത്തരം സോഴ്സുകൾ 24 ന്യൂസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറത്തുവിടാം. ഞാൻ അവിടത്തേക്ക് ഞാൻ വരാം. ഏതായാലും അഷ്മി, ഈ ചർച്ച കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഗുണവും ഇല്ല. പിന്നെ ഈ സമയം ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ചർച്ച കൊണ്ട് ഒരു ഗുണമുണ്ട്. കടുകോളം കള്ളം ചെയ്താൽ നിങ്ങൾ മല പോലെ പറയുമെന്നാണ് പ്രകാശ് മാഷ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അല്ല, അതെങ്കിലും സമ്മതിച്ചല്ലോ എന്നാണ് ഞാൻ കാശ്മീർ പറഞ്ഞത്. പിന്നെ രണ്ടാമത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം, നേരത്തെ നമ്മൾ ഈ ചർച്ച ഇന്റീരിയം ബോർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മുടെ പരാതി എന്തായിരുന്നു കാശ്മീർ? നമ്മുടെ 24 ന്യൂസ് ഉൾപ്പെടെ ഇതാ കേന്ദ്രം തുടരന്വേഷണം നടത്തുന്നില്ല. ഇപ്പം തുടരന്വേഷണം നടന്നപ്പോൾ എന്താ? തെരഞ്ഞെടുപ്പ് ഇനിയും വരും. അതൊരു ഭാഗത്തുകൂടെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, തിരിച്ച് വീണ്ടും വരും. അതൊരു ഭാഗത്ത് നടക്കും, അന്വേഷണം ഭാഗത്ത്. ഇനി ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇത് അന്വേഷണം ഇവിടെ മാത്രമാണോ നിൽക്കുന്നത്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വീണ വിജയനെ കുറിച്ച് എൻ്റെ പ്രകാശം മാഷ് പറഞ്ഞ ഒറ്റ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ അല്ല സർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു മകൻ ജയിലിലായപ്പോൾ നിങ്ങൾ എന്താ അന്ന് പറഞ്ഞത്? അത് നിങ്ങളുടെ നേതാവിൻ്റെ മകനല്ലായിരുന്നോ? അതൊരു നാണം കെട്ട കേസായതുകൊണ്ടായിരുന്നോ നിങ്ങൾ അത് വ്യക്തിപരമാണ് ഞങ്ങൾ ഇടപെടില്ലെന്ന് പറഞ്ഞത്? മറ്റൊരു മകൻ്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട ജീൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ നിങ്ങൾ അത് ഓൺ ചെയ്തോ? ഇവിടെ എന്താണ് നിങ്ങൾക്കുണ്ടായ വിഷയം? വീണ വിജയനെ കേൾക്കേണ്ട കാര്യം അന്ന് ഉണ്ടായിരുന്നില്ല പ്രകാശ് മാഷേ. വീണ വിജയൻ കക്ഷിയാവാത്തത് കൊണ്ട് ഇവരുടെ മൊഴിയിലൂടെയാണ് വീണ കയറി വരുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രകാശ് മാഷ് പറയുന്ന മാതിരി എൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടി മകളാണ് വീണ വിജയൻ. വീണ വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ അപഖ്യാതിക്കിടയായി അവരുടെ മാനത്തിൻ്റെ വില എൻ്റെയോ പ്രകാശം മാഷയുടെയോ മാനത്തിനേക്കാൾ വലുതാണ്. എന്താ ഇത്തരമൊരു പബ്ലിക് ഡൊമൈനിൽ ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ പിണറായി വിജയനോ മകളോ പ്രതികരിക്കാതെ, ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാതെ CPM ഈ കേസ് ഏറ്റെടുത്തു. ഇന്ന് എന്താണ് CPM ഈ കേസിൽ ഞങ്ങൾ കക്ഷികളല്ലെന്ന് പറയുന്നത്? ഇനി ഇത് ഷോണുമായി ബന്ധപ്പെട്ടൊന്നുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഹാഷ്മി. ഈ കേസിൻ്റെ നാൾവഴികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർണാടക ROCയിലും കേരളത്തിലെ എറണാകുളം ROCയിലും വിവിധ പരാതികൾ കിട്ടി. ഇന്ന് ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. വിവിധ പരാതികളെക്കുറിച്ച് പ്രകാശ് മാഷ് പറഞ്ഞ ആക്ഷേപമില്ല. വീണ വിജയൻ്റെ CMRL കമ്പനിയോട് അവർ വിശദീകരണം ചോദിച്ചു, ഷോക്ക് കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 14% ഓഹരികൾ KMSD ഉള്ളത് കൊണ്ട് അവരോടും വിശദീകരണം ചോദിച്ചു. പ്രകാശ് മാഷേ, ഈ നിമിഷം വരെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ആ സ്ഥാപനം മറുപടി കൊടുത്തിട്ടില്ല. വീണ വിജയൻ്റെ കമ്പനി ഒരുതരം ഒഴിഞ്ഞു മാറുന്ന മറുപടി കൊടുത്തോ? ഈ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ ഹജ്മിയോട് പറയും, ഇതിൻ്റെ പേര് ശിക്ഷാ നടപടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കമ്പനിക്കാര്യ വകുപ്പിന് കഴിയില്ല. അവർക്ക് പരമാവധി ചെയ്യാൻ കഴിയുക പിഴയിടുക, അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുക. ലൈസൻസ് റദ്ദ് ചെയ്യാൻ വീണ വിജയൻ്റെ കമ്പനി ഇപ്പം നിലവിലില്ല, അത് പൂട്ടിപ്പോയി. അത് ഇത്തരം അപകടമൊക്കെ കണ്ട് പൂട്ടിപ്പോയി. ഇനി ചെയ്യാനുള്ള സാധ്യത എന്താണ്? തിരിച്ച് ചില പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ CBIക്കും EDക്കും റവന്യൂ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും ROCക്കും കൈമാറിയിട്ടുണ്ട്. KSIDCയുമായി ബന്ധപ്പെട്ടത് അഴിമതിയാണ്, അത് CBI അന്വേഷിക്കേണ്ടി വരും. സേവനമില്ലാതെ പ്രതിഫലം പറ്റിയത് എന്ന ചീഫിന്റെ
മൊഴി പ്രകാരം അത് കള്ളപ്പണമാണ്, നികുതി വെട്ടിക്കലാണ്. അല്ല, ഈ വിഷയം തന്നെയോ? നികുതി വെട്ടിക്കൽ അല്ല, ഈ വിഷയം തന്നെ ആലോചിച്ച് നോക്കൂ CP ജയേന്ദ്രൻ മാഷേ. അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഇത് CMRL അക്കൗണ്ടൻസി തകരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ പറഞ്ഞു വരുന്നത് എന്താണ്? 135 കോടി രൂപ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റ് ഏജൻസികൾക്ക് എല്ലാവർക്കും ഈ കമ്പനി നടത്തിപ്പിനായി കൈക്കൂലി കൊടുത്ത ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും ചെയ്യാതെ 1.25 കോടി രൂപ കൊടുത്തുവെങ്കിൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? അന്വേഷിക്കേണ്ടത് ROC ആണോ? അന്വേഷിക്കേണ്ടത് കമ്പനികാര്യ മന്ത്രാലയമാണോ? ഇത് വെറുതെ സംശയനിഴലിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറം എന്താണ് TP ജയേന്ദ്രൻ? അല്ല, കമ്പനികാര്യ മന്ത്രാലയവും ROCയും അല്ല ഹാഷ്മി, 2003 BJP അല്ലല്ലോ ഈ കമ്പനികാര്യ മന്ത്രാലയവും ROCയും ഉണ്ടാക്കിയത്. ROC ഉണ്ടാക്കിയത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർക്ക് എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത്? അവരുടെ കണ്ടെത്തൽ അവർ കൈമാറിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിന് കേരളത്തിലെ കമ്പനിക്കാര്യ മന്ത്രി ഹാഷ്മി, ഇതിപ്പോ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ പ്രസവിക്കണമെന്ന് പറയുന്ന മാതിരിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുമോ? അവരിപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായമാണ്. നാളെ പ്രകാശ് മാഷെ പോലെ ആളുകൾ ഞങ്ങളെ കേട്ടില്ലെന്ന് പറയരുത്. അതുകൊണ്ട് അവരോട് വിശദീകരിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലേ? ആ റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ സീസറുടെ ഭാര്യ ശുദ്ധയാണെങ്കിൽ അവരെ നമ്മളിങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അവളുടെ കമ്പനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ശിക്ഷിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് വാദം നടക്കും. പിന്നെ ഒരു കാര്യം എന്താണ്, ഇവിടെ ബഹുമാനപ്പെട്ട നൗഷാദ് അലി, ഞാൻ തയ്യോട് കൂപ്പ് കൈ കൊണ്ട് ചോദിക്കട്ടെ, തങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷയം വന്നപ്പോൾ നിയമസഭയ്ക്കകത്തു നിന്നും ഒരടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ നിങ്ങളുടെ വലിയ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഓളി ഓടിച്ചപ്പോ ആ കുഴനാടനും നിങ്ങളുടെ നേതാവും കാണിച്ചതിൽ നിങ്ങൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ? BJPയെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ ഞാൻ നൗഷാദ് അലി നിങ്ങളോട് 1-2 കാര്യം ചോദിക്കട്ടെ. അല്ല, നിയമസഭയിൽ സരിത കേസിൽ തിരുവനന്തപുരത്ത് ഒരു കക്കൂ സമരം നടന്നിരുന്നു. നിങ്ങളിപ്പോൾ ഊഹം പറയല്ലേ? എന്താ C ദിവാകരൻ പറഞ്ഞത് നൗഷാദ് അലി സാറേ? എവിടെയോ ഒരു ഗൂഢാലോചന നടന്നു, എവിടെയോ ഒത്തുതീർപ്പ് നടന്നു, സെറ്റിൽമെന്റ് ഉണ്ടാക്കി, സമരം ഞങ്ങൾ ഒത്തുതീർപ്പാക്കി. നിഷേധിക്കുമോ? ഇതാരാണ് പറയുന്നത്? നിങ്ങൾ ഒത്തുതീർപ്പിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടതുമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് എവിടെ എത്തി നൗഷാദ് അലി മാഷേ? നൗഷാദ് അലി സാർ നിങ്ങൾ പറയുമോ? എവിടെ എത്തി സർ? TP വധത്തിലെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുല്ലപ്പള്ളിയും എന്താ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്ന ധാരണ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇവിടെ കക്കൂസ് സമരം എന്ന് താങ്കൾ വിഷയം ശരിയാണോ എന്നറിയില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമാണ്. ആ സമരത്തെ ആ ഒരു വാക്ക് ഉപയോഗിച്ച് താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയക്കാരൻ ഉപയോഗിച്ചത് രാഷ്ട്രീയ ശരിയാണോ താങ്കൾ ആലോചിക്കൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. CM ജയേന്ദ്രൻ ഇവിടെ CM പ്രകാശ് ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതിൽ തന്നെ വായിക്കുകയാണ്. ആ ഇന്ത്യൻ സിവിൽ ബോർഡ് പേജ് നമ്പർ 45. ഓക്കെ മാഷെ. CM ജയേന്ദ്രൻ ഇവിടെ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് സർവീസസ് റെൻഡേഡ് ബൈ എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീമതി വീണ തൈക്കണ്ടിയിൽ വാസ് പുട്ട് അക്രോസ് ടു ശ്രീ KS സുരേഷ് കുമാർ, ആരാണ് CFO, ശ്രീ P സുരേഷ് കുമാർ, ആരാണ് CGM, ഫിനാൻസ് ആൻഡ് കമ്പനി സെക്രട്ടറി, ആൻഡ് ഫൈനലി ടു ശ്രീ N ശശിധരൻ കർത്ത. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, what are the softwares installed in your company for day-by-day business activities? Answer, for accounting we are using Tally software. For email and other communication, Outlook is being used. For accounting, stock and keeping inventory records, Power Builder is used. Number 7, who is in the charge of maintenance of system? Answer, Mr. Chandrasekharan. Manager EDP, assisted by Mr. Harish and Mr. Anju, is looking after the software related issues. എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെയും എക്സാലോജിക്കിന്റെ സഹായവും ആവശ്യമായി വരുന്നില്ല. എക്സാലോജിക്കിന് ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസും ആവശ്യമായി വരുന്നില്ല. മാത്രമല്ല ഈ മേഖല ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവരടക്കം പറയുന്നു ഞങ്ങൾക്കറിയില്ല ഇതിൽ എക്സാലോജിക്കിന്റെ എന്താണ് റോളെന്നറിയില്ല. എക്സാലോജിക്ക് റോൾ ഇല്ലാത്ത സോഫ്റ്റ്വെയറുകളാണ്. ശ്രീ M ജയേന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ധാർമ്മികത പ്രകാരം ഈ പറഞ്ഞ അന്വേഷണം ഒക്കെ പോകട്ടെ, അത് കേന്ദ്ര ഏജൻസികളുടെ വേട്ട എന്നൊക്കെ വാദം അംഗീകരിച്ചാലും ക്രിസ്റ്റൽ ക്ലിയറായി കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കെങ്കിലും CPM പ്രവർത്തകർക്കെങ്കിലും കരിമണൽ കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിച്ച പണം എന്തിനാണ് എന്നറിയാനുള്ള അവകാശമുണ്ടോ ശ്രീ M ജയേന്ദ്രൻ? ഹാഷ്മി, താങ്കളുടെ ഈ ചോദ്യത്തിന് എനിക്കൊരു 1.5 മിനിറ്റ് മതി മറുപടി പറയാൻ. അത് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് മറ്റു ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈ അടിസ്ഥാനരഹിതമായ ചില അബദ്ധങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പേരിൽ ഇതുവരെ നടത്തിയതെന്നാണ് എൻ്റെ ഒരു പക്ഷം. എൻ്റെ പക്ഷം എനിക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റൂ. കാരണം ഇപ്പോൾ ഇവിടെ ഒരു പുതിയ കേന്ദ്ര അന്വേഷണ ഏജൻസി അവതരിക്കുകയാണല്ലോ. അതാണല്ലോ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് മുഴുവനും അതല്ലേ.
പുതിയൊരു അന്വേഷണ ഏജൻസി അവതരിക്കുന്നു. അതേതാണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അതൊരു അന്വേഷണ ഏജൻസിയാണെന്ന്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കേരളത്തിലാകെയുള്ളൊരു ഓഫീസ് എറണാകുളത്താണ്. അത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അതൊരു അന്വേഷണ ഏജൻസിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി അതായിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ. എന്തായിരുന്നു വീണയുടെ ആവശ്യം, പിണറായി വിജയൻ്റെ ആവശ്യം, CPMൻ്റെ ആവശ്യം ഒക്കെ ഈ വീണ വിജയനെ കേൾക്കണമെന്നേ. എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു. ഇനിയിപ്പോൾ ഇവർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കാൻ പോകുമല്ലേ, വീണ വിജയനെ കേൾക്കാൻ പോകുമല്ലേ, കേൾക്കട്ടെ. അപ്പോൾ പക്ഷെ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? ഇപ്പോൾ ഇവിടെ സംസാരിച്ച നൗഷാദ് അലിക്ക്, ഇപ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ TP ജയചന്ദ്ര മാസ്റ്റർക്ക്, ഇന്ന് രാവിലെ കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയ മാത്യു കോഴിനാടൻ MLAക്ക് എന്താണെന്നറിയാമോ അബദ്ധം? അവരുടെ ഒരു വാദഗതിയുണ്ട്. KSIDC ഇക്കാര്യത്തിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ഈ 14% ഓഹരി അവരിതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി അന്വേഷിക്കണം. P. രാജു മറുപടി പറയണമെന്നാണ് കുഴൽനാടൻ്റെ ആവശ്യം. പക്ഷേ എന്താ വസ്തുത? അത് ഇടയ്ക്ക് ആരോ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല പേര്, കോൺഗ്രസ് നേതാക്കളിൽ അവരെ വെച്ചേക്കുമായിരുന്നു എന്ന്. ഇത് കോൺഗ്രസ് നേതാവ് ചെയ്തതാണെന്ന് ഈ പണി. ഏത് നേതാവും കൂടെ ഞാൻ പറയാം. 91, 94 കാലഘട്ടത്തിൽ 3 വർഷം കൊണ്ട് K. കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഭരിച്ച കാലത്താണ് ഈ പറയുന്ന 13% ഓഹരി KSIDC CMRL എടുക്കുന്നത്. ഈ 3 വർഷം കൊണ്ടാണ്. മൊത്തം 223 കമ്പനികളിൽ അങ്ങനെ ഈ KSIDCക്ക് ഓഹരിയുണ്ട്. അത് അവർ വിഡ്രോ ചെയ്തു. ഇപ്പോൾ 73 കമ്പനികൾ മാത്രമേ ഉള്ളൂ. റിട്ടേൺസ് ഉള്ളത് ഈ 73 കമ്പനികളുടെ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ അവർ നിലനിൽക്കുന്നത്. ഈ പറയുന്ന റിട്ടേൺസ് ഉള്ള കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് CMRL. കരുണാകരൻ്റെ കാലത്ത് തുടങ്ങി, പിന്നീടുള്ള എല്ലാ ഗവൺമെൻറ് കാലത്തും തുടർന്നു, ഇപ്പോഴത്തെ ഗവൺമെൻറ് കാലത്തും തുടരുന്നു, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും തുടർന്നു. ഈ വസ്തുത മനസ്സിലാക്കാൻ കുശാഗ്ര ബുദ്ധിയായ ശ്രീ മാത്യു കോഴിനാടൻ MLAക്ക് കഴിഞ്ഞില്ല, ശ്രീ നൗഷാദ് അലിക്ക് കഴിഞ്ഞില്ല, അഡ്വക്കേറ്റ് നൗഷാദ് അലിക്ക് കഴിഞ്ഞില്ല, ശ്രീ TP ജയചന്ദ്ര മാസ്റ്റർക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു ചാനലിൽ ഞാനും ഈ ഷോൺ ജോർജും കൂടെ പങ്കെടുത്തതാണ്. അദ്ദേഹം അവിടെയും പറഞ്ഞു ഇതേ ആരോപണം, KSIDCയുടെ ആരോപണം. അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. എന്തേ കഴിഞ്ഞില്ല? രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. ഇനി അതോ ഇരിക്കട്ടെ, അത് അന്വേഷിച്ചോട്ടെ. കരുണാകരൻ്റെ കാലത്ത് എന്തുകൊണ്ട് 91 മുതൽ 94 വരെ KSIDC അവിടെ ഓഹരി എടുത്തു? അന്വേഷിക്കട്ടെ. ഇത് പിന്നെ ശരിയായി ശ്രീ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ROCക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ അന്വേഷണം കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ടല്ലോ, MOC, അവർക്കിത് ഈ പറയുന്ന SFIO എന്ന സാധനത്തിന് കൈമാറാം. എങ്ങനെ കൈമാറും? IT ഡിപ്പാർട്ട്മെൻറ്റും CBIയും കൂടെ ചേർന്നാണ് ആ അന്വേഷണം നടത്തേണ്ടത്. അതിൻ്റെ പ്രിലിമിനറി എൻക്വയറി ആണോ ഇത്? അല്ല. ഇതൊക്കെ ഒരു വഴിപാട് നടത്തുന്നവരാണ്. പക്ഷേ ഈ വഴിപാട് വീണയ്ക്ക് സഹായകമായിട്ട് സ്വന്തം നിലപാട് പറയാൻ വലിയ അവസരമാണ് തുറന്നു കൊടുക്കുന്നത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. M. ജയചന്ദ്രന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരാമോ? ആ കമ്പനി ഇപ്പോൾ നിലവിലില്ല. ഞാൻ ഈ പറയുന്നതിൽ ഒന്നും വില വെക്കുന്നുള്ളത് വെച്ചോ. ഞാൻ ഈ പറയുന്ന അന്വേഷണത്തിലോ അത് ഇതൊക്കെ ഉടായ്പാണ്, ഇതൊക്കെ വഴിപാടാണ് എന്നൊക്കെ തന്നെ ഇരിക്കട്ടെ, വാദത്തിന് അംഗീകരിക്കും. ഞാൻ അതിനോട് ഞാൻ ഭാഗികമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ പോട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഉത്തരവിൽ പറയുന്നു, these payments were being made by to functionaries, members of various political parties, media houses, police, etc. for smooth functioning of our business, especially in view that we obtain ilmenite which is mined by PSUs as our raw material. This in turn is having environmental impact. Due to that we receive large number of threats to obstruct our business or to hinder smooth functioning. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക്, മാധ്യമങ്ങൾക്കൊക്കെ ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്നു എന്ന് തുറന്ന് സമ്മതിച്ച ഈ സ്ഥാപനത്തിൽ നിന്നും നാടിൻ്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ ഇല്ലാത്ത സേവനത്തിന് ഈ 1.25 കോടി രൂപ വാങ്ങിയത് എന്താണ് എന്ന് സംശയത്തിന് ഇടയില്ലാത്തവണ്ണം ആരെങ്കിലും വ്യക്തമാക്കണ്ടേ CM ജയേന്ദ്രൻ? ഇത് ആർക്കും സുവ്യക്തമല്ലേ ശ്രീ ഹാഷ്മി? സുവ്യക്തമല്ല. ഇത് അവര് പറയുന്നതാണ്, അവരുടെ ഡിഫൻസാണ് താങ്കൾ പറഞ്ഞത്. അവരുടെ ഡിഫൻസാണ്. അതിനെ ആസ്പദമാക്കി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഉത്തരവ് ഇറക്കി. അത് അൺക്വസ്റ്റനബിൾ ആണ് പിന്നെ എവിടെയും. അതാണല്ലോ അതിൻ്റെ അടിത്തറ. അതുകൊണ്ടാണല്ലോ CMRL കമ്പനിയുടെ ഉടമയുടെ മകൻ 18 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ അതെൻ്റെ കയ്യിലുണ്ട് പറയുന്നത്, അവർ ഞങ്ങളെ നശിപ്പിക്കാനല്ല നന്നാക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് 133 കോടി രൂപയുടെ ഈ വാദമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവും അങ്ങനെയല്ലേ?
74 കോടി രൂപയായിട്ട് സാർ, സെറ്റിൽ ചെയ്ത് സി എം കൊടുത്തത്. ജയന്തൻ എല്ലാവിധ ഉത്തരവുകളുടെയും എല്ലാവിധ കോടതി ഉത്തരവുകളുടെയും നല്ല ഉദ്ദേശം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ജീവപര്യന്തം തടവ് വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ മുച്ചൂട് മുടിക്കാനല്ല, ഒരു കറക്ഷൻ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ്. ആ പറയുന്ന പോലെ കറക്ഷൻ സ്റ്റെപ്പിൽ കൂടെ ഫൈൻ അടച്ചു. എന്റെ ചോദ്യം അതായിരുന്നില്ല എം ജയേന്ദ്രൻ. എന്ന് പറഞ്ഞാൽ 74 കോടി രൂപയായിട്ട് കുറയുന്നത് ഹാഷ്മി എന്ന് പറഞ്ഞാൽ ചർച്ച മാധ്യമങ്ങൾക്ക് വേണ്ടേ? ഞാൻ ചോദിക്കുന്ന സി എം ജയേന്ദ്രൻ, എന്റെ പ്രശ്നം CMRL ഓഡിറ്റ് റിപ്പോർട്ടല്ല. എന്റെ പ്രശ്നം CMRL ഓഡിറ്റ് റിപ്പോർട്ടോ അവർ ടാക്സ് അടയ്ക്കുന്നു അടയ്ക്കാതിരിക്കും, അവർ തട്ടിപ്പ് നടത്തോ നടത്താതിരിക്കും, എന്ത് വേണേ അവർ ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ. എന്റെ പ്രശ്നം നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഇടതു മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാണ് ഈ ടൈൻഡഡായി നിൽക്കുന്ന പരിസ്ഥിതിയെ കൊലവിളിക്കുന്നു എന്ന ആരോപണം ഉയരുന്ന ഒരു മുതലാളിയിൽ നിന്നും 1.25 കോടി വാങ്ങിയതിന് ചെയ്ത സേവനം എന്ന് 1, 2, 3, 4 എന്ന് നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെടുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളോ മകളുടെ കമ്പനിയോ ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കി പറയണ്ടേ എം ജയചന്ദ്രൻ? മര്യാദ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ വീണ വിജയനോട് ചോദിക്കണം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡൊക്കെ പോട്ടെ, 2 കോടി രൂപ വാങ്ങിച്ചത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡൊക്കെ അവിടെ പോട്ടെ, കേരളത്തോട് പറയാൻ ബാധ്യസ്ഥമാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്ന നിലയ്ക്ക് കേരളത്തോട് പറയാൻ ബാധ്യസ്ഥമാണോ? അതാണ് ഇരട്ടനീതി. ഒരു കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്ന നിലയ്ക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇത്തരം ഒരു വിധി എഴുതി വെക്കുമ്പോൾ ഞങ്ങൾ ഇത്ര സേവനം നൽകി എന്ന് കേരളത്തോട് പറയാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ബാധ്യതയുണ്ടോ എം ജയചന്ദ്രൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ടോ? അല്ല, അങ്ങനെയല്ല. അത് താങ്കളുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നം അതല്ല. അങ്ങനെ എന്റെ പ്രശ്നമാണ്, പാടില്ലല്ലോ. എന്റെ പ്രശ്നം തന്നെയാണ്. ഒരു നീതി, അതിൽ താങ്കൾ ആരോപിക്കുന്ന വീണ വിജയന് മറ്റൊരു നീതി. എന്റെ പ്രശ്നം തന്നെയാണ്. കർത്താ മുതലാളിയാണ്, മുതലാളി എന്താണ് ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താ ഏതൊക്കെ വരെ പോകും? രണ്ടുപേർക്ക് ഒരേ നീതി അപ്ലൈ ചെയ്യൂ. സർ, പരിസ്ഥിതി മന്ത്രിയുടെ മകൾ കൂടിയാണ് വീണ. പരിസ്ഥിതി മന്ത്രിയുടെ മകൾ കൂടിയാണ് വീണ. നാടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ കൂടിയാണ് വീണ. പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിൽ 1.25 കോടി രൂപ വാങ്ങിയെന്ന ആരോപണം ഉയരുമ്പോൾ ചെയ്ത സേവനം എന്താണ് എന്ന് നാടിനോട് പറയാൻ ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ സി എം ജയേന്ദ്രൻ? ചെയ്ത സേവനം എന്താണെന്ന് അവരോട് ചോദിക്കാൻ ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ ക്വാസി ജുഡീഷ്യൽ ബോഡി ഞാൻ രാഷ്ട്രീയമാണ് ചോദിക്കുന്നത്. ക്വാസിയൊക്കെ അവിടെ നിൽക്കട്ടെ എം ജയേന്ദ്ര ഭാഷ. ഞാൻ അല്ലല്ല, താങ്കൾ പറഞ്ഞ രാഷ്ട്രീയമാണ്, താങ്കൾ സാങ്കേതികതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായി മുതലാളിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ എന്തിന് പണം വാങ്ങി എന്ന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടോ? ക്ലിയർ പൊളിറ്റിക്സ് തന്നെ ഞാൻ പറയുകയാണ്. എം ജയേന്ദ്രൻ പോട്ടെ, എനിക്കതിന് ഉത്തരം കിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കി എന്റെ ബോധ്യപ്രകാരം ഒരിടതു സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ മുതലാളിയിൽ നിന്ന് വാങ്ങിയ പണം എന്തിനാണ് എന്ന് അക്കമിട്ട് പറയാൻ ബാധ്യതമാണ്. അതിപ്പോ അതിനവിടെ വിയോജിപ്പുകളോ അതിൽ ചോദ്യം ചോദിക്കുന്നവരെ മാപ്ര എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതോ ഒന്നും കാര്യമില്ല. ചോദ്യം അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാണ്, മറുപടി കിട്ടും വരെ. ഷോൺ നേരത്തെ ടി പി ചന്ദ്രമാഷ് പറഞ്ഞ മറ്റേ ബിനീഷ് കൊടിയേരിയുടെ കാര്യം പാർട്ടി ഏറ്റെടുത്തില്ല എന്ന്. താങ്കളുടെ സുഹൃത്താണ് ബിനീഷ് കൊടിയേരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കൊരു ലോ ഫേം ഒക്കെ ഉണ്ട്. ഈ പറയുന്ന പ്രശ്നം ഷോൺ ഇപ്പോൾ ബിനീഷ് നേരിട്ടൊന്നും പറയില്ലെങ്കിലും, അല്ലെങ്കിൽ ബിനീഷിന് താല്പര്യമില്ലെങ്കിലും, ബിനീഷ് കൊടിയേരിയുടെ ഒരു കാര്യം വന്നപ്പോഴേക്കും പാർട്ടി ഏറ്റെടുത്തില്ല എന്ന ഒരു വൈകാരികത താങ്കളെ പരാതിയിലേക്ക് പോകുമ്പോൾ താങ്കൾ നയിച്ചിട്ടുണ്ടോ ഷോൺ? എനിക്ക് ബിനീഷ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമാണ്. പക്ഷേ എനിക്ക് എൻ്റെതായ രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾ ഞാനും ബിനീഷും തമ്മിൽ 1999 മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കിടയിൽ വലിയ സൗഹൃദങ്ങളുണ്ട്. ഇപ്പോഴും ആ സൗഹൃദമുണ്ട്. എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തിൽ ബിനീഷ് ഇടപെടാനോ ബിനീഷിന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടാനോ പോകുകയില്ല. ആ പരസ്പരം ഞങ്ങൾ ആ ബഹുമാനവും സ്പേസും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൂന്നാമത്തെ പാർട്ണർ എന്ന് പറയുന്നത് നിനു അന്താസാണ്. നിനു ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ്, കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് നിനു. ഞാൻ ഓഫീസിലിരുന്ന് ഇപ്പം എൻ്റെ കേസ് നടത്തുന്നത് അഡ്വക്കേറ്റ് ഷിനു ജയപിള്ളയാണ്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഡിസ്കഷൻ പോലും എൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ ചെയ്യില്ല. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അവരൊക്കെ ജനിച്ചപ്പോൾ പോലെ കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കുന്നവരാണ്, അങ്ങനെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഞാനായിട്ട് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഈ വിഷയം ഞാനിങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഒരുപക്ഷെ ബിനീഷ് അറിഞ്ഞത് മിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണലായിട്ട് കാര്യത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ശ്രീ പ്രകാശ്, ഇവിടെ ഈ പറഞ്ഞ അന്വേഷണമൊന്നും എവിടെയൊന്നും എത്താൻ പോകുന്നില്ല. അടുത്ത 3 മാസത്തിനകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഇതിന് റിപ്പോർട്ട് വരും. ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്റർനെറ്റ് ബോർഡ് കണ്ടെത്തിയതുപോലെ ROC കണ്ടെത്തിയതുപോലെ ഗുരുതര ക്രമക്കേട് ഉണ്ടായി എന്ന് പറയും. അന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം അത് പിന്നെ വിസ്മൃതിയിലേക്ക് മറയും. അതിനുശേഷം ചിലപ്പം സെഫിയിലേക്ക് പോകുമായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ ED-യിലേക്ക് പോകുമായിരിക്കും. അത് കാലങ്ങൾ അങ്ങനെ എടുക്കും. അങ്ങനെ നാളെ നീണ്ടു പോകും. പക്ഷേ
എം പ്രകാശൻ, ഞാൻ താങ്കളിലേക്ക് ചോദിച്ച ആദ്യ യോഗത്തിലേക്ക് തന്നെ പിന്നെയും എത്തുന്നു. ഈ വിഷയത്തിൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നൊക്കെയുള്ള മുട്ടാപ്പോക്കുകൾ പറയാതെ എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി രൂപ വാങ്ങിയതെന്ന ചോദ്യം അപ്പോഴും മുഴക്കത്തോടെ അന്തരീക്ഷത്തിൽ നിൽക്കും. അത് CPM-നെ അലോസരപ്പെടുത്തുകയും ചെയ്യും. ആ ചോദ്യം മാത്രം CM പ്രകാശൻ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. അതിൽ നിങ്ങളിപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തിയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുന്ന ഒരു തരം സാഡിസ്റ്റ് സമീപനാണ് കേരളത്തിൽ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിലെ പരിസ്ഥിതിയാകെ തന്നെ പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ടുള്ള ഈ CMR-ൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ കേരളത്തിൽ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾക്കത് ചർച്ച ചെയ്യാവുന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ കോടിയേരിയുടെ മകനെ സംബന്ധിച്ച് പറഞ്ഞു. എത്ര ദിവസക്കാലം ബിനീഷ് കോടിയേരി നിങ്ങൾ ആക്രമിച്ചു നിങ്ങളുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്? അദ്ദേഹം പോലീസിൽ കിടക്കുന്നത്, അദ്ദേഹം അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നത്. പിന്നീട് ആ കേസിനകത്ത് അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞല്ലോ. കോടതി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കത് വാർത്തയല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അതാത് കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക, ആ മിനിമം പരിപാടിക്ക് വേണ്ടിയിട്ട് BJP കഥ ഉണ്ടാക്കുന്നു, കോൺഗ്രസ് പിന്തുണക്കുന്നു, നിങ്ങൾ അതിൽ കൂടെ നിൽക്കുന്നു. അതല്ലാതെ ഇതിനകത്ത് യാതൊരു കഥയുമില്ല. ഇതെല്ലാം ഭാവി കേരളം തിരിച്ചറിയും. നിങ്ങൾ കാണിക്കുന്ന ഈ അന്യായത്തിന് ഭാവി കേരളം നിങ്ങളോട് മറുപടി പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് അചേത സംശയമില്ല. ഊതിക്കാച്ചിയ പൊന്നുപോലെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും തിളക്കമായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തിരിതെരിപ്പിക്കാനാവില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF പരാജയപ്പെട്ട് പൂർണ്ണമായിട്ടും നശിച്ചു പോകേണ്ടതാണ്. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ്റിന് 2ാം ഊഴമുണ്ടായി. LDF-ന് വമ്പിച്ച ഭൂരിപക്ഷം വർദ്ധിച്ചു. അത് ജനങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് സൂചനയാണ്. നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പറയുന്നു. ഊതിക്കാച്ചിയ പൊന്നാണെങ്കിലും അടുത്താൽ പോകുന്ന കരിഞ്ഞു പോകുന്ന സൂര്യനാണെങ്കിലും എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത്? ചോദ്യമല്ലേ മാഷെ? അതിനിപ്പോൾ എന്തൊക്കെ ആലങ്കാരികത പറഞ്ഞാലും എന്തൊക്കെ വിയോജിപ്പുകൾ വാടക്കാൻ നോക്കിയാലും അത് ചോദ്യമാണ്, മറുപടിയില്ലാത്ത ചോദ്യമാണ്. ആ മറുപടി കിട്ടുകയും വേണം. അതിനെ മറക്കാൻ ഇനി എന്ത് പറഞ്ഞോ, എന്ത് പറയാം, എന്തൊക്കെ സൈബർ വേട്ട നടത്താം, എന്തും നടത്താം. പക്ഷേ ചോദ്യവും ഉത്തരവും അവിടെ നിൽപ്പാണ്. രമേശ് ചെന്നിത്തല ആവട്ടെ, ശരി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിയെന്ന് പറഞ്ഞാണ്, അവർ തന്നെ സമ്മതിച്ചാണ്. പറഞ്ഞാണ് കാശ് വാങ്ങിയെന്ന് അവർ തന്നെ പറഞ്ഞതാണ്. കാശ് വാങ്ങി അവർ തന്നെ. അപ്പൊ ശരി, അപ്പൊ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും പണം വാങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം വാങ്ങാമെന്നാണോ? എന്ത് ഇടതുപക്ഷ ന്യായമാണ് മാഷേ? TP എന്താണ്? ശരി, TP എന്താണ്? എന്ത് ഇടതുപക്ഷ ന്യായമാണ്? സംഭാവനയാണ്. അതിനടുത്ത വ്യത്യാസമുണ്ട്. അവര് വാങ്ങിച്ചത് സംഭാവനയാണ്, കൂലിയാണ്. എന്തിന്റെ കൂലി? ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഹാഷ്മി ഈ ചർച്ചയില്. രണ്ടാമത്തത്, നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കേന്ദ്രത്തിന്റെ വിഷയമാണല്ലോ ഹാഷ്മി. ഒറ്റ വിഷയം പ്രകാശ് മാഷും ഉണ്ടായിരിക്കാൻ പറയാം. പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, എന്റെ അവസരം. പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. പ്രകാശ് മാഷേ ഒരൊറ്റ അവസരം. പ്രകാശ് മാഷ് പ്ലീസ്. ഹാഷ്മി, കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ബാബു കൊടുത്ത മൂവാറ്റുപുഴ കോടതിയിലെ കേസ് അമിക്കസ് ക്യൂറിയ നിശ്ചയിച്ച് സ്വയം കക്ഷി ചേർന്ന സുപ്രീം കോടതി പറഞ്ഞ ഒറ്റ വാക്ക് കാശ്മി, നിങ്ങൾ കേന്ദ്രത്തെയും കേസ് വെറുതെ ഉടായിപ്പാന്നൊക്കെ പറഞ്ഞോളൂ. എന്താ വാക്ക്? പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, സാക്ഷികളുണ്ട്, ഇത് മാസപ്പടിയാണ് എന്നതിന് കേരളത്തിലെ ജസ്റ്റിസ് ബാബു, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമൊക്കെ നിങ്ങൾ വെറുതെ വിടും. എന്താണ് കാശ്മി നിങ്ങളുടെ അഭിപ്രായം? ബാബു കഴിഞ്ഞ ഡിസംബർ 8-ന് ഇട്ട ഉത്തരവിൽ അന്വേഷണത്തിന്റെ ഫലമായിട്ട് വീണാ വിജയനും പിണറായി വിജയനും ബന്ധപ്പെട്ടവർക്കുമൊക്കെ കത്തയക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് അഭിപ്രായം? അല്ല, അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അന്വേഷണം ഇപ്പൊ സ്വർണ്ണക്കടത്ത് 2020 ജൂലൈയിൽ സംഭവിച്ചാണ്, എന്തെത്തിയോ? അപ്പൊ അന്വേഷണം എവിടെങ്കിലും ഒക്കെ എത്തട്ടെ. പക്ഷെ അന്വേഷണം എവിടെ എത്തിയാലും അന്വേഷണം എവിടെ എത്തിയാലും ഏത് കേന്ദ്ര ഏജൻസി വന്നാലും ഏത് സമയം എങ്ങോട്ടേക്ക് വെച്ചാലും ഒരു ചോദ്യം കേരളത്തിന്റെ മുന്നിൽ നിൽപ്പാണ്. അത് കേരളത്തിലെ LDF സർക്കാരിന്റെ ഇടതു മന്ത്രിസഭയിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്നും 1.25 കോടി രൂപ ചെയ്യാത്ത പണിക്ക് ശമ്പളം വാങ്ങിയത്, കൂലി വാങ്ങിയത്? ആ ചോദ്യത്തിന് മറുപടി വേണം പ്രകാശ് മാഷ്. അതിനിപ്പോ എന്താലങ്കാരികതകളും എന്ത് വിയോജിപ്പുകളും എന്താരോപണം ഉന്നയിച്ചാലും ആ ചോദ്യമുണ്ട്. മറുപടി ഇല്ലാത്തിടത്തോളം കാലം ആ ചോദ്യം സജീവമായി നിൽക്കും. ഇതിന്റെ ആകെ ടേക്കവേ ഇത് ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും എപ്പോഴും മറുപടി ഇല്ലെങ്കിൽ നിൽക്കാൻ പോകുന്ന ഉത്തരം, എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം വാങ്ങിയത്? ഉത്തരമുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തരമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഇതോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.